നമസ്കാരം. നമ്മുടെ ഈ അവയർനെസ് വീഡിയോ ഗവൺമെന്റ് തലത്തിൽ ഫലം കണ്ടു തുടങ്ങിയതിന്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ. 2023 ഓഗസ്റ്റിൽ ആരോഗ്യ വകുപ്പിനും ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും ഞാൻ രേഖാമൂലവും വീഡിയോയിലൂടെയും ഒരു പരാതി നൽകിയിരുന്നു. പ്രിസർവേറ്റീവ്സ് അധികമായി ചേർത്ത പാക്കറ്റ് ഫുഡുകളെക്കാളും അപകടകരമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ഒരു ബ്രാൻഡ് നെയിമോ ഇൻഗ്രീഡിയൻസോ മെൻഷൻ ചെയ്യാതെ പല മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡുകളും ഇന്നും നമ്മുടെ സ്കൂളുകളിലെ ക്യാൻറ്റീനുകളിലും പരിസര പ്രദേശങ്ങളിലും വിൽക്കപ്പെടുന്നുണ്ട്. അതിന്റെ രുചിയിൽ വീണ് പോകുന്നതുകൊണ്ടാണ് പല കുട്ടികളും അത് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിക്കുന്നത്. ഇതിലൊക്കെ എത്ര ശതമാനമാണ് ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും അതുപോലെ തന്നെ കെമിക്കൽസും ഉണ്ടെന്ന് ഉണ്ടാക്കുന്നവർ പോലും അറിയോ എന്നുള്ളത് സംശയമാണ്. ഇതിനെതിരെ ഒരു ശക്തമായ അന്വേഷണം വേണം. കാരണം നമ്മുടെ സ്കൂളുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത തലമുറയാണ്. ഡ്രഗ്സുകൾക്കെതിരെയും ലഹരികൾക്കെതിരെയും ഒരുപാട് ക്യാമ്പയിനുകൾ സ്കൂളുകളിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റുകളും മധുരപലഹാരങ്ങളും. 2020 ഓഗസ്റ്റ് 9 അന്നത്തെ FSSAI CEO ആയിരുന്ന ശ്രീ അരുൺ സിംഗാൾ പുറപ്പെടുവിച്ച ഓർഡറാണിത്. ഇതിൽ പറയുന്നത് സ്കൂൾ ക്യാൻറ്റീനുകളിലോ 50 മീറ്റർ ചുറ്റളവിലോ ജങ്ക് ഫുഡുകളോ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളോ അവയുടെ പരസ്യവും വിൽപ്പനയും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണിത്. മാത്രമല്ല, സ്കൂൾ ക്യാൻറ്റീനുകൾക്കും മെസ്സുകൾക്കും കിച്ചൺ ഓപ്പറേറ്റിംഗ് നടത്തുന്ന ഏതൊരു സ്കൂൾ സ്ഥാപനത്തിനും FSSAI ലൈസൻസ് നിർബന്ധമാണ്. ഇത് പരിശോധിക്കപ്പെടുന്നുണ്ടോ? മുനിസിപ്പൽ അതോറിറ്റികളിൽ നിന്നും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനുകളിൽ നിന്നും റെഗുലറായി ഇൻസ്പെക്ഷൻ നടത്തണമെന്നും സേഫായും ഹൈജീനിക്കായും ഇവ നടത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇവ നടത്തപ്പെടാറുണ്ടോ? ഞാനൊരു റിക്വസ്റ്റായി ഇത് വയ്ക്കുകയാണ്. ഇതിനെതിരെ ഒരു അന്വേഷണം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിഷയം ഇതാണ്: നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും വിൽക്കുന്ന ജങ്ക് ഫുഡുകളെ കുറിച്ചും ഒരു ചേരുവകളും മെൻഷൻ ചെയ്യാതെ വിൽക്കുന്ന കളർ മിഠായികളെ കുറിച്ചും ഇത് വിൽക്കുന്ന കടകളെ കുറിച്ചും അവയുടെ ലൈസൻസിനെ കുറിച്ചും അന്വേഷണം നടത്താൻ ഒരു പൊതു താല്പര്യ പരാതി. ആ പരാതി ഫലം കണ്ടിരിക്കുന്നു. പരാതിയുടെ മറുപടി റിപ്പോർട്ട് ഞാൻ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ എനിക്കത് ഒഫീഷ്യലായി കിട്ടി. റിപ്പോർട്ട് ഇപ്രകാരമാണ്: സ്കൂൾ പരിസരത്ത് പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുകയും ആകെ 116 പ്രത്യേക ഫുഡ് സേഫ്റ്റി സ്ക്വാഡുകൾ തിരിച്ച് 2792 പരിശോധനകൾ നടത്തിയതിൽ 138 സ്ഥാപനങ്ങൾ ലൈസൻസ് രജിസ്ട്രേഷൻ ഇല്ലാത്തതിന് നോട്ടീസ് കൊടുക്കപ്പെട്ടു. ഷെഡ്യൂൾഡ് 4 വയലേഷൻ പ്രകാരം 124 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 110 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 719 സർവൈലൻസ് സാമ്പിളുകളും 2 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും പരിശോധിച്ചു. 81 സ്ഥാപനങ്ങൾ നിയമാനുസൃതം അടപ്പിച്ചു. ഇത് ഏത് കടകളെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നല്ലത് കൊടുത്ത് ശീലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾ നാളെ നല്ലത് കഴിച്ച് ശീലിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഒറ്റയ്ക്ക് എത്ര ദൂരം ഓടേണ്ടി വരുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ ഓട്ടം അത് തുടരുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.